എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകുന്നേരം 4 മണി വരെയായിരുന്നു നൽകാനുള്ള അവസരം. അപ്പോൾ വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് നിങ്ങളുടെ ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾ ഇന്ന് വൈകുന്നേരം 4 മണി വരെ നൽകിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വിദ്യാർത്ഥികളുടെ അപേക്ഷയുടെ പ്രിൻ്റ് സ്കൂളിൽ പ്രിൻസിപ്പാളിന് നൽകിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിദ്യാർത്ഥികളുടെ അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിച്ചപ്പോൾ ലഭിച്ച ഒരു പ്രിൻ്റ് നിങ്ങളും നിങ്ങളുടെ രക്ഷിതാവും സിഗ്നേച്ചർ ഇട്ട ശേഷം നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പാളിന് ഒരു അപേക്ഷ നൽകുന്നതോടുകൂടിയാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികളുടെ ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് എപ്പോഴാണ് വരിക എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ ഫസ്റ്റ് സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു റിസൾട്ട് വരിക നിങ്ങൾക്ക് ഞായറാഴ്ച ആയിരിക്കും. ഞായറാഴ്ച എന്ന് പറയുമ്പോൾ ഏകദേശം ജൂൺ 22-ാം തീയതിയാണ്. അപ്പോൾ ജൂൺ 22-ാം തീയതിയോടെയാണ് വിദ്യാർത്ഥികളുടെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് വരിക. അപ്പോൾ അന്നേ ദിവസം വൈകുന്നേരത്തോടെ ആയിരിക്കും നിങ്ങളുടെ ട്രാൻസ്ഫർ റിസൾട്ട് വരിക. കാരണം വിദ്യാർത്ഥികൾക്ക് തിങ്കളാഴ്ച അഡ്മിഷൻ നേടാൻ പറ്റുന്ന തരത്തിലായിരിക്കും ഈ ഒരു ട്രാൻസ്ഫർ റിസൾട്ട് വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് സ്കൂളുകളിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടത്, അതുപോലെ എങ്ങനെയാണ് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് കാൻഡിഡേറ്റ് ലോഗിൻ ഫോർ ട്രാൻസ്ഫർ എന്നുള്ള ലിങ്ക് കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയിമായിട്ടുള്ള മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡ്, അതുപോലെ തന്നെ യൂസർ നെയിമായ മൊബൈൽ നമ്പർ എന്ന് പറയുമ്പോൾ VHSCയിലേക്ക് അപേക്ഷ സമർപ്പിച്ച സമയത്ത് നിങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്ന ആ ഒരു മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സ്ക്രീനിൽ കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഓരോ സമയം ഓപ്പൺ ചെയ്യുന്ന സമയത്തും അത് ചേഞ്ച് ആവുന്നതാണ്. ഇനി നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഒരു ഇംഗ്ലീഷ് അക്ഷരങ്ങൾ മനസ്സിലാവുന്നില്ലെങ്കിൽ ഇവിടെ റിന്യൂ ബട്ടൺ കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ റിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇംഗ്ലീഷ് അക്ഷരം ചേഞ്ച് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണ് അത് കൃത്യമായിട്ട് മനസ്സിലാകുന്നത് ആ ഒരു സമയത്ത് ടെക്സ്റ്റ് ഫ്രം ഇമേജ് എന്നുള്ള ഭാഗത്ത് നിങ്ങളത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യുകയും ലോഗിൻ ചെയ്യുകയും ചെയ്യുക. പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ളൊരു ലിങ്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് പോകുന്നതാണ്. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ, അതായത് ഈ ഒരു VHSCയുടെ അപേക്ഷ സമർപ്പിച്ചപ്പോൾ നൽകിയ മൊബൈൽ നമ്പർ കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാം, അത് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ റിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ആ ഒരു റിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഏത് ഇംഗ്ലീഷ് അക്ഷരമാണോ വരുന്നത് അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ഒരു ടെക്സ്റ്റ് ഫ്രം ഇമേജ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് വാലിഡേറ്റിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ വാലിഡേറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൻഡ് OTP ഓപ്ഷൻ ചോദിക്കുന്നതാണ്. അപ്പോൾ സെൻഡ് OTP ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് നിങ്ങളുടെ ഫോണിലേക്ക് നിങ്ങൾക്ക് ഒരു OTP വരും. അപ്പോൾ ആ ഒരു OTP വന്നു കഴിഞ്ഞാൽ ആ ഒരു OTP കൃത്യമായിട്ട് നൽകി കഴിഞ്ഞാൽ പിന്നീടുള്ള പേജിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. അതായത് നിങ്ങളുടെ പുതിയ പാസ്വേഡ് കൊടുക്കാനുള്ള ഭാഗമായിരിക്കും. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് മൂന്നല്ല 2 ബോക്സ് കാണാൻ പറ്റും. അപ്പോൾ അവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏതാണോ പുതിയ പാസ്വേഡ് അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ആ ഒരു പാസ്വേഡാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം അപ്ഡേറ്റ് ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതോടുകൂടി നിങ്ങളുടെ പാസ്വേഡ് കറക്റ്റായിട്ട് അത് അപ്ഡേറ്റ് ആവും. അപ്പോൾ അതിനുശേഷം നിങ്ങൾ നേരത്തെയുള്ള ആ ഒരു ലോഗിൻ പേജിലേക്ക് വീണ്ടും വരിക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ യൂസർ നെയിമായിട്ടുള്ള നിങ്ങളുടെ ആ ഒരു രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ പാസ്വേഡ്, അതുപോലെ തന്നെ അവിടെ കാണാൻ പറ്റും ജസ്റ്റ് കുറച്ച് ഇംഗ്ലീഷ് സെഷൻ കാണാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ഇംഗ്ലീഷ് സെഷൻ നിങ്ങൾ ഓരോ സമയത്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്തും അത് ചേഞ്ച് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ലിങ്ക് കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അലോട്ട്മെൻറ്റ് അല്ല ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയവർക്കും കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും നിങ്ങളുടെ ട്രാൻസ്ഫറിൻ്റെ റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിക്കാനായിട്ട് റാങ്ക് ഡീറ്റെയിൽസ് ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ആ ഒരു സ്കൂളിൽ ഏത് കോഴ്സിനാണോ കിട്ടിയത് അതിനനുസരിച്ച് നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഞാനിപ്പോൾ VHSCയിൽ എനിക്ക് കിട്ടിയത് ഏതെങ്കിലും ഒരു കോഴ്സാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്നൊരു സ്കൂളിലാണ് നിലവിൽ ഞാൻ അഡ്മിഷൻ നേടിയതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു എന്ന സ്കൂളിൽ നിന്നും എനിക്ക് എന്ന സ്കൂളിലെ തന്നെ മറ്റൊരു കോഴ്സിലേക്കാണ് ഞാൻ ട്രാൻസ്ഫർ വെച്ചതെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്ക് അവിടേക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ സീറ്റ്, അതായത് ആദ്യത്തെ കോഴ്സ് അവിടെ നഷ്ടപ്പെടും. പിന്നീട് പുതുതായിട്ട് കിട്ടിയ ഏത് കോഴ്സാണോ അതിൽ ഞാൻ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഞാൻ എന്നൊരു സ്കൂളിലാണ് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം. ഇപ്പോൾ ട്രാൻസ്ഫർ ഓപ്ഷൻ വെച്ചത് മറ്റൊരു സ്കൂളിലേക്കാണ്, അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലെ വേറൊരു കോഴ്സിലേക്കാണ് എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്ക് ഏത് സ്കൂളിലേക്കാണോ ട്രാൻസ്ഫർ
ഇപ്പോൾ ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ എൻ്റെ ആദ്യത്തെ സീറ്റ് നഷ്ടപ്പെടും, പിന്നീട് പുതുതായിട്ട് കിട്ടിയ ആ ഒരു സീറ്റിലേക്ക് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഓപ്ഷനിലേക്കാണോ അലോട്ട്മെൻറ്റ് കിട്ടിയത് ആ ഒരു ഓപ്ഷനിലേക്ക് നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളിപ്പോൾ ആദ്യം പഠിച്ചിട്ടുള്ള ആ ഒരു സെയിം സ്കൂളിൽ തന്നെ വേറൊരു കോഴ്സിലേക്കാണെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ വല്ല ഫീസും വരികയാണെങ്കിൽ അടച്ചാൽ മതിയാകും. ഇനി അതേസമയം നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലേക്കാണ് ഈ ഒരു ട്രാൻസ്ഫർ കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു ട്രാൻസ്ഫറിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആ ഒരു സ്കൂളിൽ നിന്ന് വാങ്ങിച്ച് പുതുതായിട്ട് കിട്ടിയ ആ ഒരു സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെയിം സ്കൂളിൽ തന്നെ മറ്റൊരു ഓപ്ഷനിലേക്കാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ ആ ഒരു കോഴ്സ് മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് എക്സ്ട്രാ വല്ല ഫീസും ഉണ്ടെങ്കിൽ അത് അടച്ചാൽ മതി. അതുപോലെ നേരത്തെ മറ്റൊരു സ്കൂളിലേക്കാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു സ്കൂളിൽ പോയിട്ട് നിങ്ങൾ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ ആ ഒരു സ്കൂൾ എവിടെയാണോ ആ ഒരു സ്കൂളിൽ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്, ഞാൻ ട്രാൻസ്ഫറിനായിട്ട് അപേക്ഷിച്ചു, എന്നാൽ എനിക്ക് ആ ഒരു ട്രാൻസ്ഫർ വേണ്ട എന്ന് വെക്കാൻ പറ്റുമോ എന്നുള്ളത്. ഒരിക്കലും പറ്റുന്നില്ല. ട്രാൻസ്ഫർ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടുത്തെ സീറ്റ് നഷ്ടപ്പെടുകയും മറ്റൊരു വിദ്യാർത്ഥിക്ക് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ അനുവദിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എങ്ങോട്ടേക്കാണ് ട്രാൻസ്ഫർ കിട്ടിയത് അങ്ങോട്ടേക്ക് നിങ്ങൾ മാറേണ്ടതായിട്ട് വരും. അതേസമയം ഞാൻ ട്രാൻസ്ഫറിന് അപേക്ഷിച്ചു, എന്നാൽ എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഒരു സീറ്റിൽ തന്നെ എനിക്ക് അവിടെ അഡ്മിഷൻ ഓൾറെഡി ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു സീറ്റിൽ, അതായത് ആ ഒരു സ്കൂളിൽ തന്നെ എനിക്ക് പോയിട്ട് പഠിക്കാൻ പറ്റും. അതേസമയം ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ആ ഒരു കിട്ടിയിട്ടുള്ള ഓപ്ഷനിലേക്കോ അല്ലെങ്കിൽ ആ ഒരു കിട്ടിയിട്ടുള്ള സ്കൂളാണെങ്കിൽ ആ ഒരു സ്കൂളിലേക്കോ പോവേണ്ടതാണ്. അതുപോലെ PTA ഫണ്ട്, അതുപോലെ തന്നെ PTA ഡൊണേഷൻ എന്നിവ നിങ്ങൾക്ക് തിരിച്ചു തരും. അഡ്മിഷൻ ഫീസ് തിരിച്ചു തരുന്നതല്ല, കാരണം അത് ഗവൺമെൻറ്റിലേക്കാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അഡ്മിഷൻ ഫീസിന് പകരം പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന സ്കൂളിലേക്കാണ് പോകുന്നതെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ആ ഒരു അഡ്മിഷൻ ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റ് എടുത്തിട്ട് പോയാൽ മതി. അതുപോലെ തന്നെ PTA ഫണ്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതുകൊണ്ട് തന്നെ ആ ഒരു PTA ഫണ്ടും PTA ഡൊണേഷനും നിങ്ങൾക്ക് പുതുതായിട്ട് കിട്ടുന്ന സ്കൂളിൽ അടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടെന്ന് കരുതുന്നു. അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് യാതൊരു കാരണവശാലും ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അതേസമയം നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുക, അതായത് നിങ്ങളിപ്പോൾ ട്രാൻസ്ഫറിനായിട്ട് അപേക്ഷിച്ചു, എന്നാൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിലെ സീറ്റ് അവിടെ തന്നെ തുടരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ മാത്രമാണ് പുതുതായിട്ട് കിട്ടിയുള്ള ആ ഒരു സീറ്റിലേക്ക് നിങ്ങൾ മാറേണ്ടതായിട്ട് വരിക. ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നിങ്ങൾ ആ ഒരു പുതുതായിട്ട് കിട്ടിയ ആ ഒരു സീറ്റിലേക്ക് നിങ്ങൾ മാറേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികളുടെ റിസൾട്ട് തിങ്കളാഴ്ച അഡ്മിഷൻ നേടാൻ പറ്റുന്ന രീതിയിൽ ഞായറാഴ്ച പ്രസിദ്ധീകരിക്കും, അതായത് ഈ ഒരു ജൂൺ 22 പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.